ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നീന എഴുതിയിരിക്കുന്ന ഒരു മെയിലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് നീന. യഥാർത്ഥ പേരല്ല. എനിക്ക് 47 വയസ്സുണ്ട്. ഒരു മകനും ഒരു മകളുമാണ് എനിക്കുള്ളത്. മൂത്തതാണ് മകൾ. അവൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടെയുള്ള ഒരു പയ്യനെ പ്രേമിച്ചാണ് വിവാഹം കഴിച്ചത്. ഞങ്ങൾക്കാർക്കും അതിൽ എതിർപ്പൊന്നുമില്ല. ഒരേ പ്രൊഫഷനിലുള്ളവർ, നല്ല കുടുംബം, പിന്നെ നല്ല സുന്ദരൻ, എല്ലാം കൊണ്ട് യോഗ്യൻ. അതുകൊണ്ട് ഞാനും അവളുടെ പപ്പയും അതൊക്കെ അങ്ങ് സമ്മതിച്ചു. എൻ്റെ ഹസ്ബൻഡ് എന്നേക്കാൾ 10 വയസ്സിന് മൂത്താണ്. അദ്ദേഹം സർവീസിലായിരുന്നു. റിട്ടയർ ചെയ്ത് വീട്ടിലുണ്ട്. അധികം ഒരു കാര്യത്തിലും ഇടപെടുന്ന ഒരു ടൈപ്പല്ല. കാശെല്ലാം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം ഫ്രീ ആയിട്ട് നടക്കും. ഒരു കാര്യത്തിലും വലിയൊരു ഇനിഷ്യേറ്റീവ് എടുക്കില്ല. ഗുണവുമില്ല ദോഷവുമില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഭർത്താവിനെ കൊണ്ട് തലവേദനകളില്ല. എന്നാൽ നല്ലൊരു ഭർത്താവാണെന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. ദാമ്പത്യ ജീവിതമൊക്കെ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോകുന്ന പോലെയായിരുന്നു എനിക്ക്. ശീലമായതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ചിന്തിച്ചില്ല. എൻ്റെ മോനും ഒരു റിസർവ്ഡ് ടൈപ്പാണ്. അധികം കാര്യത്തിലൊന്നും ഇടപെടില്ല. പഠിപ്പിസ്റ്റുമാണ്. മോളാണെങ്കിൽ ആവറേജ്. ഞാനും പണ്ട് ആവറേജായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും നന്നായി ആൾക്കാരോട് ഇടപെടുകയും ഒക്കെ ചെയ്യും. പക്ഷേ അത് അച്ഛനും മകനും അത്ര ഇഷ്ടമല്ല. മോനങ്ങ് വിദേശ രാജ്യത്തേക്ക് പഠിക്കാൻ പോയതിൽ പിന്നെ വീടങ്ങ് ഉറങ്ങിയതുപോലെയായി. മകളാണെങ്കിൽ കുറേ ദൂരെയാണ് കെട്ടിച്ചയച്ചിരിക്കുന്നതും. അപ്പോഴാണ് സർപ്രൈസായിട്ടൊരു വാർത്ത വന്നത്. അവളുടെ ഭർത്താവിന് ട്രാൻസ്ഫർ, അതും ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ. അവൻ വലിയൊരു സ്വകാര്യ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. എന്തായാലും അത് കേട്ടതോടുകൂടി എനിക്ക് സന്തോഷമായി. ഞാൻ അവരോട് പറഞ്ഞു, പിള്ളേരെ, നിങ്ങളൊരു കാര്യം ചെയ്യേ, എൻ്റെ കൂടെ വന്നങ്ങ് താമസിക്കേ. ഇവിടുത്തെ അച്ഛനാണെങ്കിലോ മിണ്ടുകയും ഇറങ്ങുകയും ഒന്നും ചെയ്യില്ല. നിങ്ങൾ വന്നിരുന്നാൽ ഈ വീടൊന്ന് ഉണരും. അപ്പോൾ മോള് പറഞ്ഞു, അമ്മേ, ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ അവിടെ നിൽക്കാം. പക്ഷേ ഇവിടെ സ്വന്തമായി പുള്ളിക്കാരൻ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. അവനതാ ഇഷ്ടം. എപ്പോഴും അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, അത്രയെങ്കിലും മതി. കാര്യം ഇവിടെ അങ്ങ് ഉറങ്ങിപ്പോയി മോളേന്ന്. ഞാനും അവനും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും നിങ്ങൾ പറയും, ഇപ്പോൾ പിള്ളേരെ, ഞങ്ങൾക്കൊന്ന് ഉറങ്ങണമെന്ന്. അത്രയ്ക്ക് ബഹളമാണ് ഞങ്ങൾ രണ്ടുപേരും അറിയില്ലേന്ന്. ഞാൻ പറഞ്ഞു, എടി, എൻ്റെ ബഹളം നിനക്കറിയില്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. നിൻ്റെ അച്ഛനാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ മഹാമുനിയെപ്പോലെ ഇരിക്കണം. അവളത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എന്തായാലും എൻ്റെ മോള് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. എങ്കിലും അവളുടെ കയ്യിൽ നല്ല കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാം. 10ാം ക്ലാസ്സിൽ മുതലേ അവളൊരു പ്രേമരോഗിയാണ്. പല ചെക്കന്മാരെയും പ്രേമിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പോലും എനിക്ക് വാണിംഗ് കിട്ടിയിട്ടുണ്ട്. അവളുടെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് വെറുതെ കിടന്ന് നർത്തനമാടും. അതുകൊണ്ട് ഞാൻ പോയി സോൾവ് ചെയ്തു. ടീച്ചറെ, അതൊക്കെ പ്രായത്തിൽ തോന്നല്ലേ, അതൊക്കെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 3 ചെക്കന്മാരുമായിട്ടുള്ള പ്രേമം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ പറയുക, അതൊക്കെ ഇങ്ങോട്ട് വന്നവരാണ്, അതുകൊണ്ട് ഞാൻ ചുമ്മാ സംസാരിക്കുകയാണെന്ന്. എന്തായാലും PGക്ക് അവളുടെ സീനിയറായിട്ട് പഠിച്ച പയ്യനെയാണ് അവൾ കല്യാണം കഴിച്ചത്. അത് എങ്ങനെ പ്രേമമായെന്നോ എങ്ങനെ അവൾ കല്യാണത്തിലെത്തിയെന്നോ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഈ പ്രേമിച്ചതിൽ ഏറ്റവും നല്ല സുന്ദരൻ ഇവനാണ്. പിന്നെ നല്ല ഫാമിലി. അവന് നല്ല ജോലി ക്യാമ്പസ് സെലക്ഷനിൽ കിട്ടി. അതുകൊണ്ടാണ് ഇവൾ പുളിങ്കൊമ്പ് തന്നെ കയറി പിടിച്ചത് എനിക്ക് തോന്നും. എൻ്റെ മോളല്ലേ, അവൾ എന്നേക്കാൾ 100% ഇടിക്കുകയാണ്. അങ്ങനെ അവർ ടൗണിൽ വന്ന് താമസം ആരംഭിച്ചു. ഇങ്ങോട്ടേക്ക് ഒരു 3.5 കിലോമീറ്റർ കാണും, അത്രയേ ഉള്ളൂ. അവർ ഇടയ്ക്കിടയ്ക്ക് വരും. ചില ദിവസങ്ങളിൽ ഇവിടെ താമസിക്കുകയും ചെയ്യും. ചില ദിവസം ഞാനാണെങ്കിൽ അങ്ങോട്ട് പോകും. ഇവിടെ അവരുടെ അച്ഛന് തനിയെ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും അത്താഴം ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ മതി. പുള്ളി പറഞ്ഞത് ഉണ്ടാക്കി വെക്കണം. അത് കഴിഞ്ഞാൽ പുള്ളി ഇവിടെ ഇരുന്ന് തനിയെ TV കാണുകയോ കിടക്കുകയോ ഒക്കെ ചെയ്തോളും. ആരുടെ ഒരു കൂട്ടും ആവശ്യമില്ല. അങ്ങനെ ഒരു കാര്യത്തിലും നോ എന്ന് പറയാത്തത് കൊണ്ട് എനിക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവർ വന്നതിൽ പിന്നെയാണ് എൻ്റെ ജീവിതം ഒന്ന് പച്ച പിടിച്ചത്. ഒരു വെള്ളിയാഴ്ച അവർ വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം സെക്കൻഡ് സാറ്റർഡേ ആണ്. പിന്നെ ഞായറാഴ്ചയും 2 ദിവസം അവരിവിടെ കാണും. പിറ്റേ ദിവസം രാവിലെ അവൾ ഓടി വന്നതിനോട് ചോദിച്ചു, അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ടോയെന്ന്. ഞാൻ ചോദിച്ചു, എന്താണെന്ന്. അല്ല, എനിക്ക് ഡേറ്റായി. എടി, ഞാൻ ഉപയോഗിക്കുന്നത് നിനക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അതെന്താ അമ്മ? അല്ല, നീ ഭയങ്കര കൂടിയ ബ്രാൻഡുകളൊക്കെ ഉപയോഗിക്കുന്നത്, ഞാൻ സാധാരണ ബ്രാൻഡാണ് ഉപയോഗിക്കുന്നതെന്ന്. അത് സാരമില്ല അമ്മേ, ഇപ്പം അത്യാവശ്യത്തിന് ഒന്ന് മതി. അമ്മേ, ഞാൻ റൂമിലോട്ട് പോവാണേ, കൊണ്ട് തന്നാൽ മതിയെന്ന്. ഞാൻ പെട്ടെന്ന് എൻ്റെ റൂമിൽ പോയി അലമാരയിൽ നിന്നെടുത്ത് അവളുടെ റൂമിലേക്ക് കൊണ്ടുവന്നു. അപ്പം മുറി തുറന്നു കിടക്കുകയാണ്. ആരുമില്ല. അകത്ത് എന്തോ ശബ്ദമുണ്ട്, വെള്ളം വീഴുന്നത് പോലെ. അവൾ അതിനകത്ത് കാണും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഥകളിങ്ങനെ ജസ്റ്റ് 2 മുട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കഥക് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ആ രൂപം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അതിൻ്റെ മോളല്ലായിരുന്നു, മരുമകനാണ്. ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി മാഡം. അതിന് കാരണം
അവളാണെന്നോർത്താണല്ലോ ഞാൻ മുട്ടിയത്. അവനാണെങ്കിൽ ഓർത്തതും അവളാണെന്നാണ്. അങ്ങനെയാണ് പെട്ടെന്ന് അവൻ വിശ്വരൂപം കാട്ടിക്കൊണ്ട് കുസൃതി കാണിക്കാൻ വേണ്ടിയിട്ട് വാതിൽ തുറന്നത്. പക്ഷേ വിശ്വരൂപം കണ്ടതോ അമ്മായിയമ്മായി ഞാനും ഒരു നിമിഷം ഞാനങ്ങ് ഞെട്ടിപ്പോയി. എല്ലാം ഞാൻ കണ്ടു, ക്ലിയറായി, HD മികവോടെ എന്നുള്ള രീതിയിലായിരിക്കും. ഞാൻ പെട്ടെന്ന് അവളെവിടെയെന്ന് പറഞ്ഞിട്ട് മുറിക്കകത്തുനിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. അപ്പോഴുണ്ട് മകൾ ദേ അങ്ങോട്ടേക്ക് വരുന്നു. നീ എവിടെ പോയിരുന്നിട്ട് ഇത് ചോദിച്ചിട്ട് ഞാൻ റൂം വന്നപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ. ആ ഞാനാണെങ്കിലേ ദേ അപ്പുറത്തേക്കൊന്ന് പോയതാ. അച്ഛനവിടെ എന്തോ നടന്നു. നിനക്കിപ്പം നടന്നു നോക്കുന്നതാണോ ആവശ്യം, ഇതായിരുന്നു അത്യാവശ്യം? ചേടാ ഞാൻ നടന്നു നോക്കി എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് അവളത് വാങ്ങിച്ചുകൊണ്ടങ്ങ് പോയി. ദൈവമേ, എനിക്കാണെങ്കിൽ ചമ്മലും വിറയലും അബദ്ധം സംഭവിച്ചതുപോലൊക്കെ. മരുമകൻ്റെ റിയാക്ഷൻസ് എന്തായിരിക്കും എനിക്കറിയില്ല. ഇനി അവളോടെങ്ങാനും പറയുമോ ഞാൻ എന്തിനാ പോയി മുട്ടി വിളിച്ചെന്ന് അവൻ വിചാരിക്കും. മനഃപൂർവ്വം ഞാൻ മുട്ടി വിളിച്ചെന്ന് വിചാരിക്കുമോ? പിന്നെ എനിക്കതിലെ പണി. ഞാൻ അമ്മായിയമ്മയല്ലേ, ഒരിക്കലും ഞാൻ മനഃപൂർവ്വം മുട്ടി വിളിക്കില്ലല്ലോ. അവരുടെ റൂമിൻ്റെ അടുത്തേക്ക് ഞാൻ പോകാറ് പോലുമില്ല. പക്ഷേ ഇന്ന് എന്തിനാണ് ഞാൻ പോയി മുട്ടി വിളിച്ചത്? ദൈവമേ, അവൻ നീ അവളോടെല്ലാം വിശദമായിട്ട് പറയുമോ? രണ്ടുപേരും സുഹൃത്തുക്കളെ പോലെയാണ്, എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഞാൻ നീ അവൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്നോർത്തു. പിന്നെ ഞാൻ ഓർത്തു, ഓ സാരമില്ല, എൻ്റെ മകനെ പോലെ അങ്ങ് കരുതാം. എൻ്റെ മകനാണെങ്കിൽ എത്ര സമയത്ത് ഇങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട്, ഞാൻ അത് കാര്യമാക്കിയിട്ടില്ലല്ലോ, അപ്പോൾ അത് പ്രശ്നമല്ല എന്ന് വിചാരിച്ച് ഞാനങ്ങ് സമാധാനിച്ചു. മരുമകൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏർക്കണിട്ട് നോക്കി, അവൻ എന്നെ നോക്കുന്നുണ്ടോ, എന്തെങ്കിലും അവൻ്റെ മുഖത്തുണ്ടോയെന്ന്. പക്ഷേ അവൻ വളരെ നോർമലായിട്ട് സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തു. സാധാരണ പോലെ തന്നെ ഞങ്ങളെല്ലാം കൂടെ കറങ്ങാനൊക്കെ പോയി. പക്ഷേ എന്നിട്ടും അവന് യാതൊരു ഭാവമാറ്റവുമില്ല. ഓ അവനത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിൻ്റെ തെറ്റുകാരി എന്നുള്ള ടെൻഷൻ കുറഞ്ഞു കിട്ടിയത്. ഈ സംഭവം കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് കാണും. ഒരു ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകേണ്ടി വന്നു. ചെറിയ മൈഗ്രെയിനൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ സ്ഥിരമായിട്ട് കാണിക്കാറുണ്ട്. അതിന് അവനാണ് എന്നെ കൊണ്ടുപോകാൻ വന്നത്. അവൻ്റെ ഓഫീസിൽ ജോലിക്ക് കയറിയതേ ഉള്ളൂ. അതുകൊണ്ട് അവൾക്ക് ലീവ് ഒന്നും കിട്ടില്ല. അവൻ സീനിയർ ആണല്ലോ, നല്ല പൊസിഷനിലും ഇറങ്ങി വേണമെങ്കിലും വരാം. അങ്ങനെ അവൻ വന്നപ്പോൾ ഇവൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നുമില്ല, സാധാരണ പോലെ പോയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു. ആ സമയത്ത് അവൻ പറഞ്ഞു, അമ്മേ ദേ ഇവിടെ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അനിയൻ വിളിച്ച് പറഞ്ഞതാണ്. അവനിപ്പം ആ കടയിലോട്ട് വരും. നമുക്ക് രണ്ടുപേർക്കും കൂടി അവിടെ കയറി എന്തൊക്കെ വിഭവങ്ങളുണ്ട് എന്നൊക്കെ നോക്കാം. കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ അവളെ കൊണ്ട് നമുക്ക് അടുത്ത ദിവസം ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷേ നിനക്ക് ഇവിടുന്ന് അനിയന്, നിനക്കൊരു പെങ്ങളല്ലേ ഉള്ളത്? അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോനാണ്. കണ്ടു കാണുമായിരിക്കും. ദേ അവൻ ബാംഗ്ലൂരാണെന്ന് പഠിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ് അവൻ ഫോട്ടോ കാണിച്ചു. ആ എനിക്കറിയാം, അവിടെ കല്യാണത്തിന് വന്നതല്ലേ, എന്തൊരു സുന്ദരനവന്, അവിടെ മോഡലിംഗ് വല്ലതും ആണോ ചെയ്യുന്നത് എന്ന് വെച്ചപ്പോഴേക്കും അവനിപ്പം ഡിഗ്രി കഴിഞ്ഞതല്ലേ ഉള്ളൂ, അവിടെ ഒരു കോഴ്സ് പഠിക്കുകയായിരുന്നു. ഇനിയിപ്പം അവിടെ തന്നെ തുടരണോ അതോ ഇവിടെ പോകണമെന്ന് അറിയില്ല. എന്തായാലും വന്നിട്ടുണ്ട്, 5-6 മാസത്തേക്ക് ഇവിടെ കാണും കേട്ടോ. ഞാനിപ്പം മരുമകനെന്ന് പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം നല്ല സൗന്ദര്യമുള്ളവരാണ്. അതെന്താമേ, അമ്മ നല്ല സുന്ദരിയല്ലേ, അമ്മയുടെ മോൾ നല്ല സുന്ദരിയല്ലേ? അതൊക്കെയാണ്, എന്നാലും നിങ്ങൾക്കാണ് സൗന്ദര്യം കൂടുതൽ. അതെന്താ അമ്മയ്ക്ക് അങ്ങനെ തോന്നാൻ കാര്യം? ഒരു പക്ഷേ അമ്മ എല്ലാം കണ്ടതുകൊണ്ട് അമ്മയ്ക്ക് തോന്നുന്നതാകുമെന്ന്. അത് കേട്ടപ്പോൾ ഞാനൊന്ന് ചമ്മി. നീ അത് മറന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എങ്ങനെയാണ് മറക്കുന്നത്? മറക്കാനൊന്നും എനിക്ക് പറ്റില്ല. അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനിപ്പം ആദ്യമൊന്നും മിണ്ടിയില്ല. അവൻ പിന്നെയും ചോദിച്ചു, അമ്മ ഇൻസിഡൻറ്റ് മറന്നോന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അമ്മ ഇങ്ങനെ അവിടെ എവിടെയും തൊടാതെ സംസാരിക്കാതിരിക്കൂ, പറയൂ അത് മറന്നോന്ന്. ഞാൻ പറഞ്ഞു, എങ്ങനെ മറക്കാനാ, ഞാൻ എന്തിനങ്ങോട്ട് വന്നത്? അവളെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവളാണ് അകത്തുനിന്ന് വെച്ച് ഞാൻ മുട്ടിയതാണ്. എനിക്കത് മനസ്സിലായി. നീ ഇക്കാര്യം അവളോട് പറഞ്ഞു? ഞാൻ പറയാനൊന്നും പോയില്ല. പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, അവളതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കും. അന്ന് വേണ്ട, പറയാൻ പോകണ്ട എന്ന് പറഞ്ഞു. അവൻ ഊറിച്ചിരിക്കുന്നത് കണ്ടു. എന്താടാ നീ കളിയാക്കി ചിരിക്കുന്നത്? കളിയാക്കിയൊന്നും ചിരിച്ചതല്ല. ആ സന്ദർഭം ഓർക്കുമ്പോൾ ആർക്കും ഒരു ചമ്മലും ചിരിയൊക്കെ വരില്ലേ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ്, നീ അത്ര ശരിയല്ല. പക്ഷേ അതെന്താ? അമ്മയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം ചെയ്താണെന്ന് തോന്നുമല്ലോ. അത് പറയാൻ പറ്റില്ല. കാര്യം ഞാൻ മുട്ടിയപ്പോൾ നിനക്കെൻ്റെ ശബ്ദം കേട്ടാൽ അറിയത്തില്ലായിരുന്നോ? അതിനമ്മ അങ്ങനെയൊന്നും വിളിച്ചില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? മോളെ ഞാൻ വിളിച്ചല്ലോ, അത് ഞാൻ കേട്ടില്ല. ഞാൻ ഓർത്തു എന്നെ അവൾ വിളിക്കുന്നതായിരിക്കുന്നു. എന്തോ ഒരു ദുരൂഹതയുണ്ടടാ, മനഃപൂർവ്വം അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനി അതോ മനഃപൂർവ്വം ആണെങ്കിൽ എന്താ? ഇനിയിപ്പം സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മനഃപൂർവ്വം ആണെങ്കിൽ മനഃപൂർവ്വം എന്ത് ചെയ്യാനാ, എല്ലാം കഴിഞ്ഞില്ലേ?
ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പം പിന്നെയും അവൻ എന്നോട് കിള്ളിക്കിഴിഞ്ഞു ചോദിച്ചു, ആ സമയത്ത് അമ്മ എന്താ വിചാരിച്ചത് എന്ന്. അപ്പം നിനക്ക് എൻ്റെ മനസ്സിലിരിപ്പ് അറിഞ്ഞേ പറ്റുമോന്ന്? അറിഞ്ഞേ പറ്റൂ, അമ്മ പറ. ഞാൻ ഓർത്തത് ഇവൻ്റെ ഭാര്യയ്ക്ക് രാവിലെ പ്രശ്നമാണെന്നറിയാം, എന്നിട്ട് പോലും ഇവൻ എന്തിനാണ് ഇങ്ങനെ ഭാര്യയാണെന്ന് വിചാരിച്ച് കാണിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് പിന്നെ അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എല്ലാ മാസം വരുന്നല്ലേ എന്ന് വെച്ചിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഇൻറ്റിമസി കുറയ്ക്കാൻ പറ്റുമോന്ന്. ഇൻറ്റിമസി എന്തായാലും ഇൻറ്റിമസി കണ്ട് അന്നേ ദിവസം ഞാൻ നന്നായി ഞെട്ടിപ്പോയി. അമ്മ കാണാത്ത ഇൻറ്റിമസി ഉണ്ടോ? എന്താണ് നീ കുത്തി കുത്തി പറഞ്ഞത്? എന്നെ നീ ഈ സംഭവത്തിന് ശേഷം മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുകയാണോ? നീയല്ലേ മോശക്കാരൻ? എൻ്റെ പൊന്നമ്മേ, അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അമ്മ നേരത്തെ തന്നെ കല്യാണം കഴിച്ചല്ലേ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ചെറുപ്പത്തിൽ അമ്മ കല്യാണം കഴിച്ചല്ലേ? അന്ന് അച്ഛൻ നല്ല വെളുത്ത് തുടുത്ത് സുന്ദരൻ, നല്ല 6 അടി പൊക്കം, നല്ല വെൽ ബിൽറ്റ്, അങ്ങനെ ഒരാളല്ലേ? അപ്പം അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അറിയാമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അത് അമ്മയുടെ കല്യാണ ആൽബം ഞാൻ കണ്ടല്ലോ. അച്ഛൻ നല്ല സുന്ദരനായിരുന്നില്ലേ? അപ്പം ഞാൻ സുന്ദരിയല്ലേടാ? അമ്മ അതിസുന്ദരി, അച്ഛൻ സുന്ദരൻ. എൻ്റെ പൊന്നു മോനെ, സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചിട്ട് ജീവിതത്തിന് അത്രയും സൗന്ദര്യം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രണയത്തിന് കുറവുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം പ്രായമായ ശേഷമാണോ അതോ പണ്ടേ അങ്ങനെയാണോ? അതെന്താണ് നീ പിന്നെ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ തമ്മിൽ യാതൊരു കണക്ഷൻ ഇല്ലാത്ത പോലെ തോന്നി. അത് പിന്നെ നീ നിൻ്റെ ഭാര്യ പ്രേമിച്ച് കല്യാണം കഴിച്ചല്ലേ? ഞങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് അല്ലേ? അതുകൊണ്ട് നിനക്ക് തോന്നാകും. എന്നാലും എൻ്റെ അമ്മേ, ഭാര്യയും ഭർത്താവും തമ്മിൽ എല്ലാ കാലത്തും നല്ല അടുപ്പമല്ലേ? ഇത് നിങ്ങൾ രണ്ടുപേരും ഒരു ഇരുധ്രുവം പോലെയാണ് എനിക്ക് തോന്നുന്നത്. നീ തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത് അച്ഛൻ സുന്ദരനായിരുന്നു, കല്യാണം കഴിച്ചപ്പോഴേക്കും അച്ഛന് 50 മില്യൺ ഉണ്ടായിരുന്നു എന്നൊക്കെ? അത് കറക്റ്റാണ്, പക്ഷേ ഇപ്പോൾ ഒരു കോർഡിനേഷൻ ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഇപ്പോഴല്ല എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ ജീവിതം പണ്ടേ കോഞ്ഞാട്ടയായതാണ്. 2 കുട്ടികളുണ്ടായത് മാത്രം മിച്ചം. പിന്നെ തറവാട്ട് മഹിമ, കുടുംബ മഹിമ, കുലസ്ത്രീയെ, ചക്ക മാങ്ങ തേങ്ങ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചോണം. അതിനിടയ്ക്ക് പരാതികൾക്കിടമില്ല മോനെ. ഈ കാലമല്ല ആ കാലം. ഇപ്പോഴത്തെ കാലത്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹമോചനം, വേറൊരുത്തിൻ്റെ കൂടെ പോകുന്നു, വേറൊരുത്തിൻ്റെ കൂടെ പോകുന്നു, എന്തൊക്കെയാണ് നടക്കുന്നത്? അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കുലസ്ത്രീ ആയതുകൊണ്ട് അമ്മ കുലവാഴയുടെ ചോട്ടിൽ തന്നെ ഒതുങ്ങി നിന്നു. അങ്ങനെയല്ലേ അമ്മേ? ഒന്ന് പോടാ, തോന്നിയാസം പറയുന്നു. അങ്ങനൊന്നുമില്ല. എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ് എൻ്റെ അമ്മയൊക്കെ. ഭർത്താവ് ആരായാലും അടങ്ങി ഒതുങ്ങി നിൽക്കണം എന്നാണ്. ഇപ്പോഴത്തെ ജനറേഷനല്ല ഞാൻ. നീ ഈ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കുകയും എന്നെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുകയാണ്. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് ഞാൻ പിണങ്ങി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, മോശക്കാരിയായിട്ട് ഞാൻ ഒരിക്കലും ചിത്രീകരിക്കില്ല. സത്യം പറഞ്ഞാൽ അമ്മയുടെ മോളേക്കാൾ എത്രയോ ബെറ്റർ ഫീച്ചേഴ്സ് അമ്മയ്ക്കുണ്ട്. എടാ, നീ അതിര് കടക്കുന്നു. ഇനിയിപ്പോൾ എന്തതിര് കടക്കാനാമ്മേ? നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകാം. അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെ ഞാൻ ഏതെങ്കിലും മതിൽക്കെട്ടുകൾ താണ്ടി അങ്ങോട്ട് വരുമെന്ന് വിചാരിക്കണ്ട. പക്ഷേ പറയേണ്ട സ്വാതന്ത്ര്യം അത് അന്നത്തെ സംഭവത്തോടു കൂടി എൻ്റെ നാക്കിന് കിട്ടി. ആരുമില്ലാത്ത സമയത്ത് നമുക്കെന്തെങ്കിലും കൊച്ചു കഥകളൊക്കെ പറഞ്ഞ് രസിക്കാം അമ്മേ. അമ്മേനെ ഒരു സുഹൃത്തിനെ പോലെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. നോക്കട്ടെ എങ്ങനെ കാണണമെന്ന് എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്കും ആ ഒരു ഷോപ്പിൻ്റെ അവിടെ എത്തി. അവിടെ അവൻ്റെ അനിയൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൻ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ആൻറ്റി കൊള്ളാലോ, അടിപൊളി സാരിയാണല്ലോ, നല്ല സ്റ്റൈലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വാനോളം പുകഴ്ത്തി. ചേടാ, ഈ ചെക്കനെ ആകെ ഞാൻ 1-2 വട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ. അധികം സംസാരിച്ചിട്ടുമില്ല. ഇവനിപ്പോൾ വർഷങ്ങൾ പരിചയമുള്ളതുപോലെ എന്നെ പുകഴ്ത്തുകയും എനിക്ക് വേണ്ടി ഓരോന്ന് ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അവൻ എൻ്റെ മരുമകനോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നോടാണ് സംസാരിച്ചത്. എനിക്ക് തോന്നി ചെക്കൻ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബലൂണൊക്കെ പൊട്ടിയതുപോലെ ഇങ്ങനെ പാറി പറന്ന് നടക്കുകയാണെന്ന്. മരുമകൻ പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവനും ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ചേർന്ന് സന്തോഷിക്കുകയും എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ആ മനസ്സിന് ദേഷ്യമൊക്കെ എനിക്കങ്ങ് പോയി. 2 സൗന്ദര്യമുള്ള പിള്ളേർ, ഒരുത്തൻ കിളുന്ന പയ്യൻ, ഒരാൾ എൻ്റെ മരുമകൻ, 2 പേരും കൂടെ എന്നെ ട്രീറ്റ് ചെയ്യാൻ മത്സരിച്ചപ്പോൾ ആ സന്തോഷ സാഹചര്യത്തിൽ ഞാൻ ഒന്ന് ആറാടിപ്പോയി. ഞാൻ അവരുടെ കൂടെ കൂടി എൻ്റെ പഴയ കാലത്തേക്ക് തിരിച്ചു പോയി. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ആക്റ്റീവായിരുന്നു. ഇപ്പം പക്ഷേ ആക്റ്റീവാകാൻ ഒരു ആക്റ്റീവ പോലും എനിക്കില്ല. ഇവരുടെ കൂടെ കൂടിയതിൽ പിന്നെ എനിക്ക് പ്രായം കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോയതുപോലെ തോന്നുന്നു. എന്തായാലും അത് നല്ലൊരു സന്ദർശനമായിരുന്നു. അവിടെ നിന്നിറങ്ങി അവൻ വന്നത് ഒരു ബൈക്കിലാണ്. അവൻ ടാറ്റ പറഞ്ഞു പോയി. മരുമകൻ ഞാനും കൂടെ വീട്ടിലേക്കും വന്നു. പക്ഷേ വഴിയിൽ വെച്ച് മരുമകൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു? എന്താടാ?
കണ്ണനെ അമ്മയെ കണ്ടപ്പോൾ മുതൽ ആവശ്യമില്ലാത്തൊരു ഉത്സാഹം. ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് വരുന്ന അവിടെ കാണിച്ചു കൂട്ടിയത്. ചെക്കൻ്റെ വെപ്രാളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ചമ്മലായി. ആഹാ, നീ അത് ശ്രദ്ധിച്ചോ? എന്നിട്ടെന്താ നീ മിണ്ടാതിരുന്നത്? എന്ത് പറയാനാ, എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവൻ ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുകയല്ലേ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് വിചാരിക്കും? ശരിയാടാ, ഞാനും ഓർത്തു ഈ പയ്യൻ എന്താ ഇങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കുന്നതെന്ന്. എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ അമ്മയോട് പറയാം. എന്താടാ? അമ്മയെ കണ്ടപ്പോഴേ ചെക്കന് അങ്ങ് ഇഷ്ടമായി. ഒന്ന് പോടാ, അവന് പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ ഞാൻ എന്തുവാ 17 കഴിഞ്ഞ പെണ്ണോ? എൻ്റെ അമ്മേ, ചെറുപ്പക്കാരി പെൺകുട്ടികൾക്കൊന്നും ഇപ്പോൾ ഡിമാൻഡില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ആ, എനിക്കറിയില്ല, ഞാൻ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്. എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മൾ വീട്ടിൽ ചെന്നു ഞാനൊന്ന് വിളിക്കാം. അവൻ എന്താ കാണിച്ചത് ഞാൻ ചോദിക്കാം. കാറ് ഞാൻ സൈഡിലോട്ട് ഒതുക്കുവാണേ, അമ്മ മിണ്ടല്ലെന്ന് പറഞ്ഞു. എനിക്കും അതെന്താണെന്നറിയാൻ ആഗ്രഹമുണ്ട്. അവൻ വിളിച്ചിട്ടാ, ആ എടാ നീ വീടെത്തിയോ എന്ന് ചോദിച്ചു. ആ ദേ ഇപ്പം ഞാൻ ചേട്ടാ വീട്ടിലേക്ക് വന്ന് കയറി. നിങ്ങൾ വീട്ടിൽ ചെന്നോ? ആ പിന്നെ ഞങ്ങളാണെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പേ ചെന്നു. ആൻറ്റി എവിടെ ചേട്ടാ? ആ അമ്മ റൂമിനകത്ത് അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. എടാ നീ എന്താ അമ്മയോട് ഭയങ്കര സ്നേഹത്തോടു കൂടി പെട്ടെന്ന് സംസാരിച്ചത്? അത് പിന്നെ ആൻറ്റി നേരത്തെ നോട്ടം ഇട്ടതാണ്. പണ്ടേ എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. കാണാനൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ. കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് എൻ്റെ ആ ഒരു സ്നേഹം സന്തോഷമൊക്കെ അങ്ങ് പുറത്തു വന്നതാണ്. അതിൻ്റെ അമ്മായിമ്മയാണെന്ന് എനിക്ക് ഓർമ്മ വേണം. അമ്മായിമ്മയായത് നന്നായി, കാര്യം എൻ്റെ ആൻറ്റി ആയല്ലോ. അപ്പോൾ എനിക്ക് പതുക്കെ ഒരു പിടിവള്ളി കിട്ടി. ഞാനിനി പിടിച്ചു കയറിക്കോളാം. എടാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഇറങ്ങി പുറപ്പെടരുതേ. പുറപ്പെടും ചേട്ടാ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. കാര്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ആൻറ്റിയെ. ഞാനിതൊക്കെ കേട്ട് സ്തബ്ധയായിരിക്കുകയാണ്. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് മരുമകൻ തിരിച്ചു ചോദിക്കുന്നു, അല്ലടാ ഇത്രയ്ക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് എന്താ ആൻറ്റിക്ക് ഇത്ര സൗന്ദര്യം? ആഹാ, അത് കൊള്ളാം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യയേക്കാൾ സൗന്ദര്യമാണ് നിങ്ങളുടെ അമ്മായിമ്മയ്ക്കെന്നും? അത് പിന്നെ അമ്മയ്ക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞു, അതേ ഞാൻ പറയുന്നുള്ളൂ. ആൻറ്റിക്ക് നല്ല സൗന്ദര്യമാണ്, അത് നിങ്ങൾക്ക് എന്താ? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. ഞാൻ ആൻറ്റിയെ കണ്ട് അങ്ങോട്ടൊക്കെ വന്ന് പരിചയപ്പെട്ട് ആൻറ്റിയുമായി ഞാൻ നല്ല കമ്പനിയാകും. വേണ്ട, അതൊക്കെ റിസ്ക്കാണ് എന്നവൻ പറഞ്ഞപ്പോൾ ഒരു റിസ്ക്കും ഇല്ല. എന്തായാലും ആൻറ്റി എൻ്റെ അഭ്യർത്ഥനയ്ക്ക് നോ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രോപ്പറായൊരു വേ കിട്ടിയാൽ മതി. ആൻറ്റിയുടെ നമ്പർ ഞാൻ വാങ്ങിച്ചെടുക്കും, ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എല്ലാം സെറ്റാക്കിക്കോളാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, നിങ്ങൾ നിങ്ങളുടെ അമ്മായിമ്മ വിട്ടിട്ട് നിങ്ങളുടെ ഭാര്യ നോക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. മരുമകൻ എൻ്റെ മുഖത്ത് നോക്കി, എടാ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെക്കുറിച്ചായിരുന്നു സംസാരമല്ലേ, അല്ലാതെ എൻ്റെ മോളെ കെട്ടാൻ വരുന്നതിനെക്കുറിച്ചല്ലെന്ന്. അത് പിന്നെ ആളുകൾ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയല്ലേ, രണ്ടും കണക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല അമ്മ കുലസ്ത്രീയായിപ്പോയത് ഞങ്ങളുടെ തെറ്റാണോ? ഞങ്ങളെന്തായാലും കുലപുരുഷന്മാരൊന്നുമല്ല. ആഹാ, അങ്ങനെ പറയരുത്. ഞാൻ കണ്ടപ്പോൾ അങ്ങനെ അല്ലല്ലോ, കുലപുരുഷന്മാരായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നെ ഒന്ന് നുള്ളി. ഞാൻ പറഞ്ഞു, നീയല്ലേ പറഞ്ഞത് അതിർത്തിയൊന്നും നീ ചാടിക്കടക്കില്ലെന്ന്. ആ എന്ത് ചെയ്യാനാ, ഞാനങ്ങൊരു വാക്ക് പറഞ്ഞു പോയി. അതിർത്തി ചാടിക്കടക്കണമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷേ തൽക്കാലം കണ്ണനെയാണ് എൻ്റെ ടാർജറ്റ്. എന്ത് ടാർജറ്റ്? അമ്മയുടെ കഥയും അമ്മയുടെ മനോഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആലോചിക്കുകയാണ്, അമ്മ ഒത്തിരി കഷ്ടപ്പെട്ട് പലതും തരണം ചെയ്ത് ഇതുവരെ ജീവിച്ചു. ഒരു സന്തോഷവും ആക്ച്വലി ഇല്ലെന്നാണ് അമ്മ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കണ്ണൻ, അവൻ എത്രയോ പെൺകുട്ടികൾ കൊതിക്കുന്ന സൗന്ദര്യമുള്ള ഒരു പയ്യനാണ്. അവൻ തന്നെ വന്ന് ആൻറ്റി എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ശരിക്കും അമ്മ ഒരു ഭാഗ്യവതിയാണ്. ഇനിയെങ്കിലും അമ്മയുടെ ജീവിതം ഒന്ന് എൻജോയ് ചെയ്യാൻ പഠിക്കുമെന്ന് പറഞ്ഞു. നീ എന്താ എന്നെ വഴി തെറ്റിക്കുകയാണോ? അല്ലമ്മേ, ഞാൻ വഴി തുറന്നു തരികയാണ്. അമ്മയ്ക്ക് ഇനിയെങ്കിലും ജീവിതത്തിൽ റിഗ്രറ്റ് ഇല്ലാതെ ജീവിതമൊന്ന് ആസ്വദിച്ചുകൂടെ? ഇനിയിപ്പോൾ ആരെ പേടിക്കാനാ, ഒരബദ്ധവും സംഭവിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് പോടാ എന്ന് പറഞ്ഞ് ആ ഒരു ഓഫർ നിരസിച്ചു. പക്ഷെ അവൻ പിന്നീട് ഞങ്ങൾ ഒന്നിച്ച് കാണുമ്പോഴും പോകുമ്പോഴുമൊക്കെ പലപ്പോഴും അമ്മേ ആ ഓഫർ നിലനിൽക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഇങ്ങോട്ട് വരണമെന്ന് പറയുകയാണ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞ് അമ്മയോട് വെച്ച് എന്തെങ്കിലും സീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രയാസമാണ്. അതുകൊണ്ടാ പ്ലീസ് അമ്മേ, എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ അമ്മേ, ജീവിതമല്ലേ പ്ലീസ്. അവൻ നല്ലൊരു പയ്യനാണ്. കുറെ കേട്ടപ്പോൾ എനിക്കൊരു ഇളക്കം വന്നു. ഞാൻ പറഞ്ഞു വേണ്ട, റിസ്ക് ആണ്. അപ്പോൾ അവൻ പറഞ്ഞു റിസ്ക് എടുത്തെങ്കിലേ റിസ്ക് കഴിക്കാനാവൂ അമ്മേ. എടാ എന്നാലും സ്ഥലവും ഇടവും ഇവിടെ വന്ന് അവളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാം കുഴപ്പമാകും. ഇവിടെ അവൻ വരില്ല. അവനവിടെ ഒരു ഒഴിഞ്ഞ ഫ്ലാറ്റുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ അവന് ഫ്ലാറ്റ് ഉണ്ടോ? അതവൻ്റെ കൂട്ടുകാരൻ്റെ എങ്ങണ്ടാണ്, അവനാണ് നോക്കുന്നത്. അപ്പം ചെക്കൻ അവിടെ എന്തൊക്കെയോ കാര്യങ്ങളിൽ വ്യാപൃതനാണല്ലോ. അത് അമ്മ അറിയേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രം അവന് വ്യാപൃതനാകാനുള്ള ഒരവസരം അമ്മ കൊടുക്കണം പ്ലീസ്.
നിനക്കെന്താ ഇതിൽ ഇത്ര താല്പര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞു, അമ്മയെ സഹായിക്കാൻ എനിക്കൊരു താല്പര്യം, അത്രേ ഉള്ളൂ, കൂടുതലൊന്നും അമ്മ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ പിന്നെയും എൻ്റെ മരുമകൻ ആരും അറിയില്ല, ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയില്ല. എല്ലാറ്റിനും അമ്മയുടെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ സമ്മതിച്ചു. ആ പയ്യനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ മരുമകൻ തന്നെയാണ് കൊണ്ടുവിട്ടത്. അമ്മേ, ഒരു 2-3 മണിക്കൂർ ഇവിടെ ചിലവഴിക്കൂ എന്ന് പറഞ്ഞ് അവൻ ആശംസകൾ നേർന്നു പോയി. എനിക്കാണെങ്കിൽ വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു. പക്ഷേ പയ്യന് യാതൊരു പരിഭ്രമവും ഇല്ല. അവൻ സകലകലാ വല്ലഭനായി സർവകലാശാലയിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നതുപോലെയായിരുന്നു പെരുമാറ്റം. ആദ്യം എനിക്ക് അത് അന്യമായൊരു പെരുമാറ്റമാണെങ്കിലും പിന്നീട് ഞാൻ ഓർത്തു, ഇത്രയും വർഷത്തിനിടയ്ക്ക് എൻ്റെ ഭർത്താവിന് ഒരു സിംഗിൾ ഡിഗ്രി പോലും എടുക്കാൻ പറ്റില്ലല്ലോ എന്ന്. ഇവൻ പക്ഷേ ഡിഗ്രിയല്ല, മാസ്റ്റർ ഡിഗ്രിയല്ല, ലോകത്തിലുള്ള മുഴുവൻ ഡിഗ്രിയും ഒന്നിച്ചെടുത്തവനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. 2 മണിക്കൂറെന്ന് പറഞ്ഞ് പോയ ഞാൻ 4 മണിക്കൂർ കഴിഞ്ഞിട്ടും അവനെ വിട്ടുപിരിയാതെ അവിടെ തന്നെ ഇരുന്നു. പിന്നീട് എൻ്റെ മരുമകൻ്റെ സഹായത്താൽ ഒത്തിരി ദിവസങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കണ്ണൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഇനിയിപ്പോൾ എന്തിനാണ് ചേട്ടനെ ഒറ്റയ്ക്കാക്കി അമ്മ ഇതിനകത്തേക്ക് വരുന്നത്? നമ്മൾ 3 പേരും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കെന്താ, ഒന്നിച്ച് നിന്നാൽ ഉരലും മറിക്കാമെന്നല്ലേ? അതിന് ഉരല് മറിക്കാൻ ഒന്നിച്ചൊന്നും നിൽക്കേണ്ട കാര്യമില്ല, ഒരാളും തട്ടിയാൽ പോരെ. അമ്മേ, ഞാൻ നല്ല കല്ലറുളൻ്റെ കാര്യം പറഞ്ഞത്. 2-3-4 പേര് ചേർന്നെങ്കിലേ ഒരു കാര്യം ഭംഗിയായി ചെയ്യാൻ പറ്റുകയുള്ളൂ. ആൾ കൂടുന്തോറും മധുരവും കൂടും അമ്മേ എന്നവൻ എന്നോട് പറഞ്ഞു. മുൻവാതിൽ തുറന്ന എനിക്ക് പിൻവാതിൽ തുറക്കാൻ എന്താ പാട്? ഒന്നുമില്ല. പൂങ്കുളത്തിൽ 2 വിരാലുകൾ ഒന്നിച്ച് നീന്തിയാൽ എനിക്കെന്ത് പ്രശ്നം? മധുരം, മധുരതരം, അങ്ങനൊരവസ്ഥയിൽ എല്ലാം സീക്രട്ടായി ഞാൻ കൊണ്ടുപോവുകയാണ്. ഇവിടെ മാഡം വായിക്കുന്ന ഒത്തിരി കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല, എങ്കിലും എനിക്കുണ്ടായ ഒരു ഭാഗ്യാനുഭവമാണെന്ന് ഞാനിതിനെയൊക്കെ കരുതുന്നു. പിന്നെ മാഡം പറഞ്ഞതുപോലെ ആർക്കും പ്രശ്നങ്ങളുണ്ടാകാതെ പിടിക്കപ്പെടാതെ രഹസ്യമായി വയ്ക്കാനും വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ പബ്ലിക്കായി നടത്താതിരിക്കാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ട്, എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ ജീവിതം രസകരമാക്കാൻ എനിക്ക് ഒരവസരം കിട്ടി. അത് ഞാൻ ഉപയോഗിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റുമോ മാഡം? എല്ലാ വശങ്ങളും ഞാൻ ചിന്തിക്കുന്നുണ്ട്, എല്ലാ രഹസ്യങ്ങളും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ എന്നാണ് ചോദ്യം. എല്ലാ കാര്യത്തിലും ശരിയും തെറ്റും ഒന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ആരായാലും നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ ഓരോരുത്തർക്കും അവരുടേതായ ശരിയും തെറ്റുമൊക്കെ കാണും. പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് ശരിയിലും തെറ്റിലുമൊക്കെ മാറ്റം വരാം. നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ശരികൾ തെറ്റുകളാകും. പ്രശ്നമൊന്നും ഉണ്ടായില്ലെങ്കിൽ തെറ്റുകൾ ശരികളായി മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പം ഇതിപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലം എനിക്കിതിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റില്ല. സൂക്ഷിച്ചും കണ്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതിനെ പ്രോത്സാഹിപ്പിക്കാനോ ഇത് നല്ലതാണെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഇത് പിന്തുടരണമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ബന്ധങ്ങൾ അവനവൻ തന്നെ മാനേജ് ചെയ്യുക, അതിൽ റിസ്ക് ഉണ്ടെങ്കിലും അവനവൻ മാനേജ് ചെയ്യുക. അതൊക്കെ നമ്മുടെ സ്വകാര്യമായ കാര്യമാണ്. അതിലെ റിസ്കുകളും നമ്മുടെ സ്വകാര്യമാണ്, നമ്മൾ നേരിടേണ്ടി വരും. ഒരു സുപ്രഭാതത്തിൽ അയ്യോ അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് അത് വന്നു കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ പറ്റിപ്പോയി, ഇനി എന്ത് എന്ന് ചിന്തിക്കാനുള്ളൊരു വിവേകം ഉണ്ടായാൽ മതി. അതല്ലാതെ ഇപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും വിസ്തരിച്ച് പറയാനില്ല. ഓരോ മനുഷ്യരുടെയും വ്യക്തിപരമായ അനുഭവങ്ങൾ പറയുന്നത് നമ്മളത് കേൾക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ പരം അതിനെ പറ്റിയിട്ട് കൂടുതൽ കമൻറ്റുകൾ ഞാൻ പാസ്സാക്കുന്നില്ല.